ഇന്ന് നമുക്ക് പരിചയപ്പെടാം മഹാരാഷ്ട്രയിലെ പ്രശസ്തമായ ജജൂരി ഖണ്ഡോബ ക്ഷേത്രത്തെക്കുറിച്ച്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? എന്തുകൊണ്ടാണ് ഇവിടെ എത്തുന്ന ഭക്തർ മഞ്ഞൾ വിതറുന്നത്? അറിയാത്ത ചില രസകരമായ കാര്യങ്ങളുമായി നമുക്ക് ജജൂരിയിലേക്ക് പോകാം. ഇതാണ് ജജൂരി ഖണ്ഡോബ ക്ഷേത്രത്തിലേക്കുള്ള മനോഹരമായ പടികൾ. ക്ഷേത്രത്തിലെത്താൻ നിരവധി പടികൾ കയറണം. ഓരോ പടിയും കയറുമ്പോഴും ഭക്തിയും വിശ്വാസവും നിറഞ്ഞ ഒരു അനുഭവമാണ്. മുകളിലേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ചയും ക്ഷേത്രത്തിൻ്റെ ഭംഗിയും മനസ്സിനെ ഒരുപാട് സന്തോഷിപ്പിക്കും. ക്ഷേത്രത്തിൻ്റെ പടികളിലുടനീളം കാണുന്ന ഈ കൽവിളക്കുകളും ദീപമാലകളും ജജൂരിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. നിരവധി ദീപങ്ങൾ ഒരുമിച്ച് തെളിയുമ്പോൾ ഈ സ്ഥലം കൂടുതൽ മനോഹരവും ഭക്തി നിർഭരവുമായി മാറുന്നു. ഖണ്ഡോബ മഹാരാഷ്ട്രയിൽ ഏറെ ആരാധിക്കപ്പെടുന്ന ഒരു പ്രധാന ദേവതയാണ്. ശിവന്റെ അവതാരമായാണ് ഖണ്ഡോബയെ ഭക്തർ വിശ്വസിക്കുന്നത്. ധൈര്യത്തിൻ്റെയും ശക്തിയുടെയും പ്രതീകമായി ആരാധിക്കപ്പെടുന്ന ഖണ്ഡോബയുടെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് ജജൂരിയിലേത്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ആമയുടെ ശില്പം കാണാം. ഈ ആമയുടെ രൂപത്തിന് പിന്നിലും ഒരു ഭക്തിവിശ്വാസമുണ്ട്. ഇത് തൊട്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഖണ്ഡോബ മഹാരാജാവിനോട് ചോദിക്കുന്ന ആഗ്രഹങ്ങൾ സഫലമാകുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഭക്തർ ഇവിടെ എത്തി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ഇവിടെ നമുക്ക് പഴയ പോർച്ചുഗീസ് മണികളും കാണാൻ കഴിയും. വർഷങ്ങൾ പഴക്കമുള്ള ഈ മണികൾ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലെ ഒരു കൗതുകകരമായ ഭാഗമാണ്. ഇവയുടെ ശബ്ദം ഇന്നും ഈ പുണ്യസ്ഥലത്തിൻ്റെ അന്തരീക്ഷത്തിന് ഒരു പ്രത്യേക ഭക്തിഭാവം നൽകുന്നു. ജജൂരി എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് എന്താണ്? മഞ്ഞ നിറം. ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ആചാരങ്ങളിലൊന്നാണ് ഭണ്ഡാരം, അതായത് മഞ്ഞൾപ്പൊടി അർപ്പിക്കുന്നതും വിതറുന്നതും. ഭക്തർ ഖണ്ഡോബയ്ക്ക് മഞ്ഞൾ സമർപ്പിക്കുകയും പരസ്പരം മഞ്ഞൾ വിതറുകയും ചെയ്യുന്നു. ഒരു നിമിഷം കൊണ്ട് ക്ഷേത്രമുറ്റം മുഴുവൻ സ്വർണ്ണ നിറത്തിൽ മാറുന്നത് കാണാം. അതിനാലാണ് ജജൂരിയെ സ്നേഹത്തോടെ സോനാച്ചി ജജൂരി, സ്വർണ്ണ ജജൂരി എന്ന് വിളിക്കുന്നത്. ജജൂരി യാത്രയുടെ മനോഹരമായ ഓർമ്മകൾ. ചരിത്രം കണ്ടു, ഐതിഹ്യങ്ങൾ അറിഞ്ഞു, നൂറുകണക്കിന് പടികൾ കയറി ഖണ്ഡോബയുടെ സന്നിധിയിലെത്തി. ചരിത്രവും വിശ്വാസവും ഐതിഹ്യങ്ങളും നിറഞ്ഞ ഈ പുണ്യഭൂമി നിങ്ങൾ ഒരിക്കൽ സന്ദർശിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ ക്ഷേത്രങ്ങളും യാത്രാവിശേഷങ്ങളും കാണാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറയട്ടെ.